ഓക്കെ സ്റ്റുഡൻസ്, ഇന്നത്തെ ടോപ്പിക്ക് വാട്ട് ഈസ് ഇലക്ട്രിക്കൽ എനർജി. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ സാധാരണ എനർജി എന്ന് പറയുന്നത്. അതായത് എബിലിറ്റി ടു ഡു ദി വർക്ക്. ഒരു ജോലി ചെയ്യാൻ നമുക്ക് എനർജി ആവശ്യമാണ്. നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് എനർജി ആവശ്യമാണ്, ഓടാൻ വേണ്ടിയിട്ട് എനർജി ആവശ്യമാണ്, ഇത്തരത്തിലുള്ള ഏതെങ്കിലും വർക്ക് ചെയ്യാൻ എനർജി ആവശ്യമാണ്. നമുക്ക് കിട്ടുന്ന എനർജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതിലൂടെ നമ്മുടെ ഡൈജഷനിലൂടെ ഉണ്ടാകുന്ന എനർജിയാണ്. ഓക്കെ, ഇവിടെ നോക്കുന്നത് നമ്മൾ എന്താണ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കറണ്ടിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് എന്നാണ്. അതായത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, അപ്പോൾ ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഇലക്ട്രോൺസ് സ്റ്റാറ്റിക് ആയിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി, ഇതിനെയാണ് നമ്മൾ സാധാരണ ഇലക്ട്രിക്കൽ എനർജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഇലക്ട്രിക് എനർജി മൂവ് ചെയ്യുന്നത്, ഈ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ആ ഒരു മീഡിയം ഉണ്ടല്ലോ, ആ മീഡിയത്തിനാണ് നമ്മൾ സാധാരണ നമ്മുടെ വയറിലൂടെയാണ് കറണ്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ്? ഇലക്ട്രിക് എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ഓർ വാട്ട് പെർ സെക്കൻഡ്. ഓക്കെ, ഇതാണ് സാധാരണ ഇലക്ട്രിക് എനർജിയുടെ യൂണിറ്റ്. അപ്പോൾ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 1000 × 60 × 60 വാട്ട് പെർ സെക്കൻഡ് ആണ്. 1 കിലോ വാട്ട് എന്ന് പറയുന്നത്, വാട്ട് അവർ എന്ന് പറയുന്നത് 36 × 10⁵ വാട്ട് പെർ സെക്കൻഡ് ഓർ ജൂൾസ് ആണ്. ഓക്കെ, അതതിൻ്റെ ഒരു റീഡിംഗ് ആണ്. നമ്മളിപ്പോൾ സാധാരണ മീറ്റർ ടു കിലോമീറ്റർ എങ്ങനെ കൺവേർട്ട് ചെയ്യും, അതിൻ്റെ ഒരു റീഡിംഗ് ആണ്, ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ഓർ വാട്ട് പെർ സെക്കൻഡ്. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഇലക്ട്രിക്കൽ പവർ. ഓക്കെ, പവർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക്. ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഒരു പർട്ടിക്കുലർ സെക്കൻഡിൽ എത്ര വർക്ക് അവിടെ നടന്നു, ഇതിനെയാണ് നമ്മൾ പവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ ഓർ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം എ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഓക്കെ, ഒരു പർട്ടിക്കുലർ സെക്കൻഡിൽ എത്ര വർക്ക് അവിടെ നടന്നു, ഇതിനെയാണ് അതിൻ്റെ പവർ എന്ന് വിളിക്കുന്നത്. നമ്മൾ സാധാരണ നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിക്കലായിട്ടുള്ള നമ്മുടെ ഫാനിൻ്റെ പവർ ഏകദേശം 60-70 സംതിങ് വരും പവർ റേറ്റിംഗ്. ഒട്ടുമിക്ക ഡിവൈസുകൾക്കും അതിൻ്റെ പവർ റേറ്റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഒരു പർട്ടിക്കുലർ സെക്കൻഡിൽ എത്ര വർക്ക് അവിടെ നടക്കുന്നു, അതിനെയാണ് അത് ശരിക്കും പറഞ്ഞാൽ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സിമ്പൽ. സാധാരണ സിമ്പൽ പി ആണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ജൂൾ പെർ സെക്കൻഡ്, അതാണ് അതിൻ്റെ യൂണിറ്റ്. സ്കെയിലാർ ഓർ വെക്റ്റർ. ഇതിൽ സ്കെയിലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സംഭവം, അതായത് ഒരു യൂണിറ്റിൽ ഇപ്പം നമ്മളിപ്പോൾ പറയാണ് ഞാൻ 10 കിലോമീറ്റർ നടന്നു എന്ന് പറയുന്നത്, ഈ 10 കിലോമീറ്റർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതായത് അത് ആ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ അതിനുള്ളൂ. പക്ഷേ ഞാൻ ഇങ്ങനെ പറയണം 10 കിലോമീറ്റർ ഈസ്റ്റിലോട്ട് നടന്നു എന്ന് പറയുന്നത് ശരിക്കും എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാരണം നമ്മളതിന് മാഗ്നിറ്റ്യൂഡും പറയുന്നുണ്ട്, ഡയറക്ഷനും പറയുന്നുണ്ട്. പക്ഷേ പവറിൻ്റെ കാര്യത്തിൽ നമുക്ക് ആ മാഗ്നിറ്റ്യൂഡ്, അതായത് ആ നമ്പർ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളതിനെ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് പവറിൻ്റെ ഫോർമുല. എന്താണ് പവർ? പവർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, അതായത് P = V × I, where V is the potential difference, I is the electrical current. ഓക്കെ, V എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പവറിനെ നമുക്ക് ഓംസ് ലോ ഉപയോഗിച്ചിട്ട്, ഓംസ് ലോ എന്ന് പറയുന്നത് വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കറണ്ട് എന്നതാണ് ഓംസ് ലോ. അപ്പോൾ ഓംസ് ലോ അനുസരിച്ച് V = I × R ആണ്. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് V = I × R ആണ്. അപ്പോൾ നമുക്ക് പവറിൻ്റെ ഫോർമുല കണ്ടോ, P = I² R എന്ന് നമുക്ക് മാറ്റി എഴുതാം. ഇല്ലെങ്കിൽ P = V²/R. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് വാട്ട് ഈസ് ഇൻസുലേറ്റർ. An insulator is a material that has very high electrical resistance and it does not allow the flow of current. There are no free electrons in insulator
thus they do not conduct electricity, thus they are used for the protection against the shock. ഓക്കെ, അപ്പോൾ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കറണ്ട് കടത്തിവിടാത്ത ഇതിനെയാണ് കറണ്ട് കടത്തിവിടാത്ത വസ്തുക്കളെയാണ് നമ്മൾ സാധാരണ ഇൻസുലേറ്റർ എന്ന് വിളിക്കുന്നത്. ഇൻസുലേറ്ററിൽ സാധാരണ ഫ്രീ ഇലക്ട്രോൺസുകൾ കുറവായിരിക്കും. ഓക്കെ, എത്രത്തോളം ഫ്രീ ഇലക്ട്രോൺസ് കുറവായിരിക്കും അതിനനുസരിച്ച് ഇൻസുലേറ്ററിങ് പവർ കൂടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് കടത്തിവിടാത്ത അല്ലെങ്കിൽ വസ്തുക്കളെയാണ് നമ്മൾ സാധാരണ ഇൻസുലേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വാട്ട് ഈസ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ പാർഷ്യലി കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ സാധാരണ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. സെമി കണ്ടക്ടേഴ്സ് ആർ ദ മെറ്റീരിയൽ ദാറ്റ് ഹാസ് കണ്ടക്ടിവിറ്റി ഇൻ ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. ഓക്കെ, ഇപ്പോൾ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് കടത്തിവിടാത്ത വസ്തുക്കൾ, പിന്നെ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ കറണ്ട് കടത്തിവിടുന്ന വസ്തുക്കൾ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്നതാണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. കൂടുതലും ഇലക്ട്രോണിക്സ് ഫീൽഡിലാണ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന കണ്ടക്ടർ ഞാൻ പറഞ്ഞു കറണ്ട് കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. മോസ്റ്റ് കോമൺ ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആർ മെയ്ഡ് ഫ്രം മെറ്റൽ. അതായത് മെറ്റൽസ് ആണ്. നമ്മൾ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് മെറ്റൽസിനെ കുറിച്ച്. മെറ്റൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിക്കൽ എനർജി, ഹീറ്റ് എനർജി ഇതൊക്കെ അതിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും മെറ്റൽസിലൂടെ. ഓക്കെ, അപ്പോൾ മെറ്റൽ എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്, അതുപോലെ ഹീറ്റ് കണ്ടക്ടിവിറ്റിയും കൂടിയാണ്. ഓക്കെ, അപ്പം ഒട്ടുമിക്ക മെറ്റൽസും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത് കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്, രണ്ട് എനർജി ലെവലുകളാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്, ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിലൂടെ അത് മൂവ് ചെയ്യുമ്പോഴാണ് അത് കണ്ടക്ഷൻ ബാൻഡിലെത്തുന്നത്. കണ്ടക്ഷൻ ബാൻഡിലെത്തിയ ഇലക്ട്രോൺസുകൾക്ക് അതിൻ്റെ എനർജി ലോസ് ആയി കഴിയുമ്പോൾ അത് വീണ്ടും തിരിച്ച് വാലൻസ് ബാൻഡിലോട്ട് വരും. ഓക്കെ, അതിൻ്റെ പാത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റിട്ടേൺ ആണ്. ആ ഒരു ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻസുലേറ്ററിലാണെങ്കിൽ ആ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയും, അതായത് കണ്ടക്ഷനും വാലൻസ് ബാൻഡും ഈ രണ്ട് എനർജി ലെവലുകൾക്കിടയിലുള്ള ബാൻഡ് ഗ്യാപ്പിൻ്റെ എന്താ പറയുക, കണ്ടക്ഷൻ ബാൻഡിൻ്റെയും വാലൻസ് ബാൻഡിൻ്റെയും ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ് അത് കുറച്ച് കൂടുതലാണ്. പക്ഷേ സെമി കണ്ടക്ടറിൽ അത് കുറച്ച് കുറവാണ്. പക്ഷേ കണ്ടക്ടറിലാണെങ്കിൽ ആ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇല്ല. ഓക്കെ, അപ്പോൾ അത്തരം വസ്തുക്കൾക്കാണ് കൂടുതൽ കറണ്ട് കടത്തിവിടാൻ കഴിയുന്നത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് വരുന്ന പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റ്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് സാധാരണ ചില മെറ്റീരിയലുകൾക്ക് ഹീറ്റിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് അതിൻ്റെ കണ്ടക്ടിവിറ്റിയിൽ ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെറ്റീരിയലിൽ ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കൂടുന്നു. അത്തരത്തിലുള്ള പ്രോപ്പർട്ടി ഉള്ള വസ്തുക്കൾക്ക് നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുപോലെ നെഗറ്റീവ് ആണെങ്കിൽ നേരെ തിരിഞ്ഞു വരും. അത് എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കുറയുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടും. ഓക്കെ, അതായത് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വസ്തുവിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കുറയും, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കുറയും, കറണ്ട് കടത്തിവിടുകയും ചെയ്യും. ഓക്കെ, സ്റ്റുഡൻസ്, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്? ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ നമ്മൾ AC കറണ്ട് എന്ന് വിളിക്കും. ഓക്കെ, മെയിനായിട്ട് രണ്ട് ടൈപ്പ് കറണ്ടുകളാണ് ഉള്ളത്. ഒന്ന് DC കറണ്ട്, ഡയറക്റ്റ് കറണ്ട്, മറ്റൊന്ന് AC കറണ്ട്. ഓക്കെ, ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് കറണ്ട് ദാറ്റ് ചേഞ്ച് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് പൊളാരിറ്റി അറ്റ് റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ മെയിൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അതായത് ടൈം ഇൻ്റർവെല്ലിനനുസരിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ആവുകയാണെങ്കിൽ അത്തരത്തിലെ കറണ്ടിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഒന്നും ചേഞ്ച് ആവുന്നില്ല, അത് ഒരേ ഡയറക്ഷനിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്? ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡും ടൈം ഇൻ്റർവെല്ലിനനുസരിച്ച് ഓരോ ടൈമിലും, ഇപ്പം നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അളക്കുമ്പോൾ നമുക്ക് ഓരോ ടൈമിലും വ്യത്യസ്ത വാല്യൂകളാണ് കിട്ടുന്നത്.
ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിന് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഇവിടെ 2 ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഗ്രാഫാണ്. ഇതിൽ ഒരു സൈഡ് എക്സ് ആക്സിസ് ടൈമാണ് കാണിക്കുന്നത്, വൈ ആക്സിസ് മാഗ്നിറ്റ്യൂഡ് കാണിക്കാം. ഓക്കെ, അപ്പോൾ അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അളവ്, ടൈം സമയം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വോൾട്ടേജിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ കറണ്ടിൻ്റെ ആണെങ്കിലും ഇത് കണ്ടോ, അത് ടൈമിനനുസരിച്ച് ചേഞ്ചായി വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വേവ്സിനെയാണ് നമ്മൾ സൈൻ വേവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് വേവ് ഫോം. ഈ കറണ്ടിൻ്റെ വേവ് ഫോം ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്ന് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ആ ഡയറക്ഷനിൽ നോക്കിക്കഴിയുമ്പോൾ ഒന്ന് ആ എക്സ് ആക്സിൻ്റെ താഴെ ഭാഗത്ത് വരുന്നത് നെഗറ്റീവും മേൽഭാഗത്ത് വരുന്നത് പോസിറ്റീവാണ്. അപ്പോൾ ഇത് ചില സമയങ്ങളിൽ, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ വോൾട്ടേജോ കറണ്ടോ ചില സമയങ്ങളിൽ പോസിറ്റീവ് വാല്യൂയിലും ചില സമയങ്ങളിൽ നെഗറ്റീവ് വാല്യൂയിലും കൂടി വരുന്നുണ്ട്, ചില സമയങ്ങളിൽ 0-ലും എത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓരോ ടൈമിനനുസരിച്ച് ചേഞ്ച് ആകുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഇപ്പോൾ കണ്ടല്ലോ, ആ സൈൻ വേവിൽ ആദ്യം 0 സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും പീക്കായിട്ടുള്ള, അതായത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിൽ ചെന്ന് എത്തിയിട്ട് അത് വീണ്ടും തിരിച്ച് 0-ലോട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോസിറ്റീവ് സൈക്കിള്, ആ ഒരു പോസിറ്റീവ് പാർട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് 0 വീണ്ടും നെഗറ്റീവിലോട്ട് പോയി നെഗറ്റീവിൽ ഒരു പീക്ക് വാല്യൂവിൽ എത്തിയിട്ട് അത് വീണ്ടും തിരിച്ച് 0-ലെത്തുന്നു. ഇത്രയും ഇതിനെയാണ് നമ്മളൊരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പോസിറ്റീവ് സൈഡുണ്ട്, ഒരു നെഗറ്റീവ് സൈഡുണ്ട്. ഇതിനെയാണ് നമ്മൾ സാധാരണ ഒരു സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, 2 പോസിറ്റീവ് ക്രസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. 2 പോസിറ്റീവ് ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ എ ഡെഫിനിറ്റ് വാല്യൂ ഓഫ് 2 സക്സസീവ് സൈക്കിൾ ഈസ് ദി പീരീഡ്. ഓക്കെ, ഇപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിനൊരു പോസിറ്റീവ് പാർട്ടുണ്ട്, ഒരു നെഗറ്റീവ് പാർട്ടുണ്ട്. അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഫ്രീക്വൻസി? നമ്മുടെ വീടുകളിൽ സാധാരണ ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ബാറ്ററിയിൽ നിന്ന് നമ്മൾ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ടാണ്. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ, ഇനി നമ്മുടെ വീട്ടിൽ വരുന്ന കറണ്ട് 230 വോൾട്ട് 50 ഹെഡ്സ് ആണ്. ഓക്കെ, ഇതിൽ 50 ഹെഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്പർ ഓഫ് സൈക്കിൾ പെർ സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഇതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ എത്ര സൈക്കിൾ വരുന്നു, അതാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി. ഓക്കെ, ഇപ്പോൾ ടൈം പീരീഡ് T = 1/f. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആവറേജ് വാല്യൂ ഓഫ് AC. നോക്കിയോ, എന്താണ് ആവറേജ് വാല്യൂ? Average value is usually defined as the average of the instantaneous value of alternating current. എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്നുള്ള ഇതിൻ്റെ ഡെഫിനിഷൻ? ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ എ സിയുടെ കാര്യത്തിൽ നമ്മളത് ഇതിലോട്ട് നിന്ന് നോക്കിയോ, എ സിയുടെ കാര്യത്തിൽ നമുക്കറിയാം, ഒരു 0 സ്റ്റാർട്ട് ചെയ്ത ഒരു പീക്ക് വാല്യൂ, അതായത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിൽ എത്തിയിട്ടാണ് വീണ്ടും തിരിച്ച് 0-ലോട്ട് വരുന്നത്. അപ്പോൾ ആ ഹയസ്റ്റ് വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഇതിനകത്ത് അത് കാണിക്കുന്നില്ല. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതായത് എ സി സൈക്കിളിൽ 0 സ്റ്റാർട്ട് ചെയ്ത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിൽ എത്തുന്ന ആ വാല്യൂ, അതിനെയാണ് നമ്മൾ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് നമ്മളൊരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എ സി
കറണ്ടോ വോൾട്ടേജോ നമ്മൾ നോക്കുമ്പോൾ ആ ടൈമിലുണ്ടാകുന്ന വാല്യൂവിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂ ആണ്. നമ്മൾ ഇന്ന ടൈമിൽ നോക്കുമ്പോൾ ഇന്ന വാല്യൂ ആയിരിക്കും, ഇന്ന ടൈമിൽ നോക്കുമ്പോൾ ഇന്ന വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ ഇതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ഇത് നോക്കുകയാണ്, അതായത് കുറേ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഇതുപോലെ ഓരോരോ ടൈമിൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ 30 സെക്കൻഡത്തേക്ക് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ അളന്നുകൊണ്ടിരിക്കുകയാണ് എ സിയുടെ. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുകയാണ്. ഓക്കെ, ആവറേജ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് ഇപ്പോൾ 10 പേരുണ്ടെങ്കിൽ ആ 10 പേരുടെ വയസ്സ് നമ്മൾ ആവറേജ് എടുക്കുകയാണ്. ഇപ്പോൾ 10 പേരുടെയും വയസ്സ് കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 10. ഇതുപോലെ ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എടുത്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുന്നതിനെയാണ് നമ്മൾ ആവറേജ് വാല്യൂ ഓഫ് എ സി എന്ന് വിളിക്കുന്നത്. ഓക്കെ, വാല്യൂ ഓഫ് എ സി വേവ് എന്താണ്? RMS വാല്യൂ. RMS വാല്യൂവിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഓക്കെ, അപ്പോൾ എന്താണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ? അതായത് ഈ ആവറേജ് വാല്യൂവിൻ്റെ റൂട്ടും സ്ക്വയറും കൊടുക്കുക, അത്രയേ ഉള്ളൂ RMS വാല്യൂ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. RMS value is defined as the square root of means of square of instantaneous value. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് എടുത്ത ആവറേജ് വാല്യൂവിൻ്റെ റൂട്ടും, ആവറേജ് വാല്യൂവിന് എല്ലാത്തിനും റൂട്ട് കൊടുക്കുന്നു, അതുപോലെ സ്ക്വയറും കൊടുക്കുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫേസർ ഡയഗ്രം. എന്താണ് ഫേസർ ഡയഗ്രം? ഫേസർ ഡയഗ്രാം ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഫേസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more സൈൻ വേവ്സ്. രണ്ടോ അതിൽ കൂടുതലോ ഉള്ള സൈൻ വേവ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ എ സി കറണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ ഫേസ് എ സിയുടെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. 3 ഫേസ് ആണെങ്കിൽ 3 എണ്ണം വരും, 3 സൈക്കിൾ ഒരേ ടൈമിൽ തന്നെ 3 സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സൈക്കിളുകൾ തമ്മിൽ ഇതിൽ ഒരു സൈക്കിളിൻ്റെ പീക്ക് വാല്യൂ അല്ലെങ്കിൽ ഒരു ഫേസിൻ്റെ പീക്ക് വാല്യൂ ഹൈ ആയിരിക്കും, മറ്റേ അതിൻ്റെ പീക്ക് വാല്യൂ ചിലപ്പോൾ ലോ ആയിരിക്കും. അപ്പോൾ ഇവ തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഇതിനെ ഷോ ചെയ്യാൻ, ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡയഗ്രമാണ് ഫേസർ ഡയഗ്രാം. ഓക്കെ, ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇത് വളരെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കറണ്ടും വോൾട്ടേജും തമ്മിൽ ലാഗ് ചെയ്യുന്നോ ലീഡ് ചെയ്യുന്നോ എന്ന് കാണിച്ചിരിക്കുന്ന ഒരു ഫേസർ ഡയഗ്രമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫോം ഫാക്ടറാണ്. എന്താണ് ഫോം ഫാക്ടർ? ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങൾ സിംഗിൾ ഫേസ് 3 ഫേസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഫോം ഫാക്ടറിനെ കുറിച്ച് കൂടുതൽ പറയാം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോം ഫാക്ടർ എന്ന് പറയുന്നത് IRMS, കണ്ടോ? അതായത് RMS വാല്യൂ ഓഫ് കറണ്ട് ആണത്, IRMS എന്നിട്ടേക്കുന്നത്, ഡിവൈഡഡ് ബൈ IAV. അതായത് I എന്ന് പറയുന്ന കറണ്ട്, AV എന്ന് പറഞ്ഞ ആവറേജ് വാല്യൂ. ഓക്കെ, അപ്പോൾ ആവറേജ് കറണ്ട്. അപ്പോൾ ഫോം ഫാക്ടറിൻ്റെ ഇത് ഫോർമുല എന്ന് പറയുന്നത് RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. പിന്നെ തൊട്ടിപ്പുറത്ത് കാണിച്ചിരിക്കുന്ന ERMS എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഫോർ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ERMS ഡിവൈഡഡ് ബൈ EAV. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോം ഫാക്ടർ. അതായത് RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ഓഫ് വോൾട്ടേജ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് AC കറണ്ട് കണ്ടെയ്നിങ് റെസിസ്റ്റൻസ് ഉള്ളി. ഓക്കെ, ഇപ്പോൾ ഒരു AC ഒരു റെസിസ്റ്റൻറ്റിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ AC കറണ്ടിന് എന്തൊക്കെ സംഭവിക്കുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു AC കറണ്ടിലൂടെ നമ്മൾ ഒരു റെസിസ്റ്റൻസിലൂടെ നമ്മളൊരു AC കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ദെയർ വിൽ ബി നോ എഫക്റ്റ് ഓഫ് ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ഇൻ ദിസ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ആക്റ്റീവ് കോമ്പണൻറ്റ്സ് പാസീവ് കോമ്പണൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പാസീവ് കോമ്പണൻറ്റുകളാണ് റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ AC സർക്യൂട്ടിൽ നമ്മളിപ്പോൾ ഒരു റെസിസ്റ്റൻസ് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ, ഒരു ഇൻഡക്റ്റൻസോ കപ്പാസിറ്ററോ അങ്ങനെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു എഫക്റ്റും ഇല്ല. അങ്ങനെയാണെങ്കിൽ the alternating current and voltage move along both direction as backward and forward. അപ്പോൾ ഇവ തമ്മിൽ മൂവ് ചെയ്യുന്നത്, അതായത് ഈ വോൾട്ടേജും കറണ്ടും മൂവ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും? ഒരേ ഡയറക്ഷനിലായിരിക്കും. അവ തമ്മിലൊരു ഫേസ് ഡിഫറൻസും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AC കറണ്ടിൽ ഒരു റെസിസ്റ്റൻസിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, അതിലൂടെ
വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലൂടെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇൻ എ പുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ദ പവർ ഈസ് ഡിസിപ്പേറ്റഡ് ബൈ ദി റെസിസ്റ്റർ ആൻഡ് ദി ഫേസ് ഓഫ് ദ ബോത്ത് വോൾട്ടേജ് ആൻഡ് കറണ്ട് റിമെയിൻസ് സെയിം. കണ്ടോ, ആ വോൾട്ടേജ് കറണ്ട് സെയിം ഫേസിലൂടെ ആയിരിക്കും. ഓക്കെ, സെയിം ഫേസിലൂടെ ആയിരിക്കും വോൾട്ടേജും കറണ്ടും മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവ തമ്മിൽ യാതൊരുവിധ ഫേസ് ഡിഫറൻസും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ്, ഇൻഡക്റ്റൻസ് നമ്മുടെ AC കറണ്ടിലാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ചില ഫേസ് ഡിഫറൻസുകൾ ഉണ്ടാവും. അപ്പോൾ അത് നെക്സ്റ്റ് ടോപ്പിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ AC വോൾട്ടേജിനെ കാണിക്കുന്ന സിമ്പൽ നിന്ന് ശ്രദ്ധിക്കുക. അതാണ് AC വോൾട്ടേജ് കാണിക്കുന്ന സിമ്പൽ. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് V=Vm sin ωt. ഓക്കെ, sin ωt എന്നാണ്. കാരണം എന്തുകൊണ്ട് അവിടെ sin mωt? കാരണം നമുക്ക് ഇതിൻ്റെ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന വാല്യൂസ് വരുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ωt കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ.